He's very understanding, plus no judgment, zero judgment. ജീവ അത് ഞാൻ എവിടെയും പറയും, ജീവ such a family person. ജീവ ആൻഡ് അപർണ. ജീവ ഒരു പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്ക് ശേഷം അപർണ വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതില് അത് വായിച്ചിരിക്കുന്ന ഏകദേശം ആൾക്കാർക്കും മനസ്സിലായ ഒരു കാര്യം, അപർണ ജീവയെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിലോട്ട് സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തത് പോലെയാണ്. എന്റെ മാത്രം തോന്നലല്ല, പലർക്കും ആ തോന്നൽ തോന്നിയിട്ടുണ്ട്. അവര് അത് കമന്റ് ആയിട്ട് അപർണയുടെ കമന്റ് ബോക്സിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അവർക്ക് അപർണ കൊടുത്ത മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള കമന്റുകൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന രീതിയിലാണ്. മാന്യമായിട്ട് ജീവ ആ കാര്യം ഒരു പോസ്റ്റിലൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അപർണ എന്തിന് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് ആൾക്കാരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപർണ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: നിങ്ങളിൽ പലരും എന്നിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നെനിക്കറിയാം. അതിനാൽ ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ്. അതെ, വിവാഹബന്ധം അവസാനിച്ചു. അത് ശരിയായി മുന്നോട്ട് പോയില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ഇനി തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യവുമില്ലായിരുന്നു. അത് എളുപ്പമുള്ള ഒരു തീരുമാനമായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു അത്. ഇന്നെനിക്ക് വളരെ സമാധാനം തോന്നുന്നു എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയും. ഞാൻ സന്തോഷവതിയാണ്, സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം ഏറെ കാലത്തിന് ശേഷം എൻ്റെ മനസ്സ് ഒരുപാട് ശാന്തവുമാണ്. ഇവിടെ ഒരു സംശയം: ജീവയുടെ കൂടെ ജീവിക്കുമ്പം അപർണ സന്തോഷത്തിലല്ലായിരുന്നോ? ജീവയുടെ കയ്യിൽ അപർണയ്ക്ക് സുരക്ഷിത ഇല്ലായിരുന്നോ? അതോ ജീവ അത്രയ്ക്ക് സുരക്ഷിതത്വം തരാത്ത, ഫ്രീഡം തരാത്ത, അല്ലെങ്കിൽ സന്തോഷങ്ങൾ ഒന്നും തരാത്ത ഒരു വ്യക്തിയായിരുന്നോ? അല്ല, ഈ ഒരു ഡയലോഗിലാണ് പലർക്കും സംശയങ്ങൾ തോന്നുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാനോ ഓരോ കാര്യങ്ങളും തുറന്നു പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചില കാര്യങ്ങൾ വളരെ വ്യക്തിപരമാണ്. എനിക്ക് മുന്നോട്ട് പോകാനും എൻ്റെ ജീവിതം സമാധാനത്തോടെ ജീവിക്കാനും മാത്രമേ ആഗ്രഹമുള്ളൂ. ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഇട്ട് വെച്ചിട്ട് എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുവോ? കാരണം ഇപ്പൊ അപർണ ഈ പോസ്റ്റിലൂടെ ചെയ്തത് ജീവയെ ഇട്ടുകൊടുക്കലാണ്. സ്വാഭാവികമായിട്ടും സൈബർ ബുള്ളിങ് കൂടുമ്പോൾ ചിലപ്പോൾ ജീവയ്ക്ക് സംസാരിക്കേണ്ടി വരും എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പൊ സമാധാനമൊക്കെ എവിടെങ്കിലൊക്കെ പോവും. ദയവായി ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുകയും ആ ഒരു സ്വാതന്ത്ര്യം നൽകുകയും വേണം. അത്ര മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജീവ മാന്യമായിട്ട് ഒരു പോസ്റ്റ് ഇട്ട് അത് അവസാനിപ്പിച്ചപ്പോ അപർണ ജീവനെ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്തു. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തോ ആവട്ടെ, ഇങ്ങനെ ഒരു പോസ്റ്റിന് പകരം മാന്യമായിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ അതേ സംശയമാണ് ഇവിടെ പലർക്കും ഉള്ളത്. അതില് ഒരു വ്യക്തി അപർണയുടെ ഈ പോസ്റ്റിന്റെ താഴെ തന്നെ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് അപർണ പറഞ്ഞൊരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പോസ്റ്റ് അല്ലെങ്കിൽ ആ കമന്റ് ഇങ്ങനെയാണ്: ജീവ ഇട്ട പോസ്റ്റും നിങ്ങളെ പോസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. ജീവ എത്ര ഭംഗിയായി ആ പോസ്റ്റിൽ എഴുതി ചേർത്തു. പക്ഷേ നിങ്ങൾ പറയാതെ പറയുന്ന രീതിയിൽ അയാളെ ആളുകൾക്ക് ഇട്ടുകൊടുക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് കഷ്ടം. ടുഡേ ഐ ആം സേഫ്, ഹാപ്പി, ഫ്രീഡം എന്നൊരു ലൈനൊക്കെ മ്യൂച്വൽ ഡിസിഷനിൽ ചേർക്കേണ്ട കാര്യമുണ്ടോ? അതിന് അപർണ കൊടുത്തൊരു മറുപടി ഉണ്ട്: ഇറ്റ്സ് മൈ വേർഷൻ ആൻഡ് ഐ ഓൺലി നോ മൈ സ്റ്റോറി. യു ഡോണ്ട് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു കൺവിൻസ് യു ഓർ എനിവൺ ഫോർ ദാറ്റ് മാറ്റർ. അതുപോലെ ഇതുപോലുള്ള പോസ്റ്റുകൾക്കോ കമന്റുകൾക്കോ ഇവിടെ സ്ഥാനമില്ല എന്ന രീതിയിൽ കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അതിന്റെ കൂടെ ബർത്ത്ഡേ വിഷസിന്റെ താഴെ ഒരു വിഷു കൂടെ കണ്ടിട്ടുണ്ട്. വേറൊരാൾ പറയുന്ന കേട്ടു അപർണയ്ക്ക് വേറെ അഫെയർ ഉണ്ട് ഏതോ ഒരു ജിം ട്രെയിനറും ആയിട്ട്. അതും പറയുന്ന കേൾക്കുന്നുണ്ട്.
എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. ഇത്രയും കാലം അപർണനെ പൂട്ടിയിട്ട് ജീവ സ്വാതന്ത്ര്യം ഒന്നും തന്നില്ല എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അതൊന്ന് അപർണ മനസ്സിലാക്കിയ നന്ന്. അതല്ല ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കട്ടെ, ഞാൻ ചെറിയ ഹിന്റ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടതെങ്കിൽ ഒന്നും പറയാനില്ല. എപ്പോഴും ഒരു കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത കാര്യങ്ങളാണ്. കാരണം നമ്മൾക്ക് ഒരു പാർട്ട്ണർ ഉണ്ട്, നമ്മൾ പലപ്പോഴും യു ടെൻ ടു ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ്. ഓക്കെ, ആൻഡ് ഇപ്പൊ ആസ് എ സ്റ്റാർട്ട് വിത്ത് യു അപ്പു, ഇപ്പൊ ജീവയിലുള്ള ക്വാളിറ്റി ദാറ്റ് യു മോസ്റ്റ് അപ്രീഷിയേറ്റ്, അന്ന് നമ്മളൊക്കെ ചേഞ്ച് ചെയ്യണം. അന്ന് കണ്ട ജീവയിലും ഇന്ന് കണ്ട ജീവയിലും ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ക്വാളിറ്റി എന്താണ്? He's very understanding, plus no judgment, zero judgment. ജീവ അത് ഞാൻ എവിടെയും പറയും, ജീവ സച്ച് എ ഫാമിലി പേഴ്സൺ. ചിലപ്പം ഞാൻ കുറെ ഫാമിലിയിലും കുറെ മാരിഡ് കപ്പിൾസിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, കല്യാണം കഴിയുമ്പം വൈഫ് ഹസ്ബൻഡിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഓക്കെ ഇനിയിപ്പൊ ഞാനാണ് എല്ലാം, യു ഷുഡ് നോട്ട് ബി ലൈക്ക് ഗോയിങ് ടു യുവർ മോം ഡാഡ്. അമ്മ അധികം, ഞാൻ അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയാം, ഇനിയിപ്പൊ നമ്മുടെയാണ് എല്ലാ ലൈഫും, ഇനിയിപ്പൊ നമുക്ക് വീട്ടിലൊന്നും അധികം വേണ്ട, വീട്ടിലൊന്നും അധികം പോണ്ട, അമ്മയുടെ ഇതൊക്കെ കഴിഞ്ഞില്ലേ, അങ്ങനെ പറയുന്നത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ബട്ട് ജീവ ഇസ് ദാറ്റ് വൺ പേഴ്സൺ ഹു ഗിവ്സ് സോ മച്ച് ഇമ്പോർട്ടൻസ് ടു ഹിസ് ഫാമിലി. ഇത്രയും നല്ലൊരു മനുഷ്യനായിട്ടാണ് ഇപ്പൊ അത് ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് അതിൽ അപർണ പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവയ്ക്ക് ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ട്. ഞാനൊരു സംശയരോഗിയായിട്ടുള്ള ഭാര്യയായിരുന്നെങ്കിൽ അതൊക്കെ അവിടെ നിന്നേനെ. കപ്പിൾസ് ആവുമ്പോൾ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആവുമ്പം എല്ലാം തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവണം, ട്രാൻസ്പറൻസി ഉണ്ടാവണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് വേറൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, എല്ലാ രഹസ്യങ്ങളും നമുക്ക് പാർട്ട്ണർ എടുത്തോ എല്ലാവരോടും എടുത്തോ പറയാൻ പറ്റത്തില്ല, നമ്മുടേതായിട്ടുള്ള ചില രഹസ്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വേണം. ഞാൻ ചിന്തിക്കുമായിരുന്നു, നിങ്ങൾ എന്തുവാണ് ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്തുള്ള എങ്ങാണ്ടുള്ള ഇന്റർവ്യൂവിലാണ് ആദ്യം നിങ്ങൾ പറയുന്നത് കപ്പിൾസിന്റെ ഇടയിൽ എല്ലാം സംസാരിക്കണം, എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, ഒളിമറയൊന്നും ഉണ്ടാവരുത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഉള്ള ഇന്റർവ്യൂവിൽ, കുറെ കാലം കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, എല്ലാ രഹസ്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല, നമ്മുടേതായിട്ടുള്ള ചില രഹസ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ശരിക്കും ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ്? അപർണയുടെ ഭാഗത്താണ് തെറ്റ്, ജീവയുടെ ഭാഗത്താണ് തെറ്റ്? ശരി, എന്നാ അത്രേ ഉള്ളൂ. ടാ.